വാട്സാപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീണ്ടും നമ്മളുടെ ബസ് ഇൻഡോനേഷ്യയിൽ കൊമ്പൻ്റെ യോദ്ധാവാണ് ഗൈസ് ഓടിക്കാൻ പോകുന്നത്. അതെ ഗൈസ്, കൊമ്പൻ്റെ യോദ്ധാവ്, നമ്മളെ കൊമ്പൻ്റെ യോദ്ധാവിൻ്റെ നെയിം ബോർഡൊക്കെയാണ് ഗൈസ് ഇത്. നല്ല സെറ്റാക്കിയിട്ടാണ് നമ്മൾ കൊമ്പനൊന്ന് ഓടിക്കാൻ പോകുന്നത് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും അടിപൊളിയായിട്ടാണ് ഗൈസ് നമ്മൾ കൊമ്പനെ ഇറക്കിയിരിക്കുന്നത്. നെയിം ബോർഡുമിലൊക്കെ നല്ല ചുവപ്പും പച്ചയും നീലയില്ലല്ലേ, അത്രയൊക്കെ ഗൈസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കൊമ്പൻ്റെ ക്യാബിൻ്റെ അകത്ത് കണ്ടോ ഗൈസ്, അടിപൊളിയായിട്ടാണ് നമുക്ക് ലൈറ്റൊക്കെ നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. യോദ്ധാവ് നമ്മളെ ക്യാബിൻ്റെ ഡോറ് തുറന്നുണ്ട്, അപ്പുറത്തുള്ള ഡോറ് ഇപ്പുറത്തുള്ള ഡോറ് രണ്ടും തുറന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊമ്പൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഇതാണ് ഗൈസ്. സൈഡ് ഇത്, പിന്നെ ഫ്രണ്ട് ഇത്, പിന്നെ ഇത്, അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ക്യാബിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ക്യാബിൻ്റെ അകത്തൊക്കെ നോക്കുക ഗൈസ്, അടിപൊളിയായിട്ടാണ്. നമുക്ക് ഫ്രണ്ടിൽ വരെ ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതെനിക്ക് ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ മിക്കവാറും അത് ഓഫാക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓഫാക്കിയാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു പ്രശ്നമുണ്ട്. സംഭവം നെയിം ബോർഡില്ലേ ഗൈസ്, മുന്നിൽ കൊമ്പൻ എഴുതിയ അത് പോവും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ് ഗൈസ്. കണ്ടോ, കൊമ്പൻ നെയിം ബോർഡ് പോയി. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി പോകും. കൊമ്പൻ ഇങ്ങനെ കാണുകയുള്ളൂ, പിന്നെ ലൈറ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിലാണ് കൊമ്പൻ്റെ നെയിം ബോർഡ് ഉള്ളിൽ കാണത്തുള്ളൂ. ഉള്ളിലല്ല, പുറത്ത്. പക്ഷെ അത് ഉള്ളിലിങ്ങനെ ലൈറ്റും ഉണ്ടാവും. അതാണ് ഗൈസ് പ്രശ്നം. അത് നമുക്ക് ഏതായാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ തന്നെ പോവും. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളെ സിറ്റി ബസ്സൊക്കെ ഉണ്ട് മുന്നിൽ. തട്ടിയില്ല ഗൈസ്. ഞാൻ ഈ വണ്ടി ഒരു പ്രാവശ്യം ഓടിച്ച് നോക്കിയതാണ്. ഇതിന് പറയാത്തൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇതിന് സ്റ്റിയറിങ് കുറവാണ് ഗൈസ്, അതാണ് കൺട്രോൾ കിട്ടുന്നില്ലല്ലോ ഗൈസ്. സ്റ്റിയറിങ് കുറച്ച് കുറവാണ്. വലിയ വളവൊക്കെ വളയ്ക്കുമ്പോൾ അതൊന്നും ശരിക്കും അവിടെ ഒടിഞ്ഞു കിട്ടില്ല. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ സ്പീഡ് കുഴപ്പമില്ലെന്നേ തോന്നുന്നു. ബ്രേക്ക് അടിപൊളിയാണ് ഗൈസ്. അയ്യോ, പോയില്ല. ഞാൻ എവിടേക്കോ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ക്യാബിൻ്റെ അകത്തുനിന്ന് ഓടിക്കണം, പുറത്തുനിന്ന് ഓടിക്കണം. പുറത്തുനിന്ന് ഓടിക്കുന്നത് എനിക്കത്ര അറിയത്തില്ല ഗൈസ്. ഞാൻ അധികവും ക്യാബിൻ്റെ അകത്തുനിന്നാണ് ഓടിക്കൽ. അതിൽ ക്യാബിൻ്റെ പുറത്തുനിന്ന് ഓടിച്ചിട്ട് എനിക്കറിയില്ല. ഏതായാലും ഒരു 5 മിനിറ്റ് ക്യാബിൻ്റെ പുറത്തുനിന്ന് ഓടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാബിൻ്റെ അകത്തേക്ക് തന്നെ പോവാം. അതാണ് ഗൈസ് നല്ലത്. അയ്യോ, ഇതാണ് ഞാൻ ക്യാബിൻ്റെ പുറത്തുനിന്ന് ഓടിച്ചുള്ള പ്രശ്നം. ഞാൻ ഏതായാലും ക്യാബിൻ്റെ അകത്തുനിന്ന് തന്നെ ഓടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തട്ടല്ലേ ഗൈസ്. കണ്ടോ, സ്റ്റിയറിങ് അത്ര എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. നമ്മളിതിൻ്റെ പിന്നെ കൊമ്പൻ്റെ ദാവൂദ് ഓടിച്ചില്ലേ ഗൈസ്. ദാവൂദ് നല്ല അടിപൊളി ബസ്സാണ്, കിടുക്കാച്ചി ബസ്സാണ് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബസ്സാണ്. നിങ്ങളത് എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കരുത്, കളിക്കാൻ ശ്രമിക്കണോ. അടിപൊളി ഗെയിം എന്ന് പറഞ്ഞാൽ അടിപൊളി ഗെയിമാണ് ഗൈസ്. ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് വഴിയെ അല്ല പോകെ മനസ്സിലാവും. അപ്പോൾ ഗൈസ്, മുന്നിലുള്ള ഈ പച്ചയും ചുവപ്പും വെള്ളയും ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിലൂടെ പോയി നോക്കാം ഗൈസ്. അത് കിട്ടത്തില്ല. നമുക്ക് റൈറ്റ് എടുത്ത് പോകാൻ പറ്റുമോ നോക്കാം. ഇതിലൂടെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഗൈസ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഏതായാലും അതിന് ലൈറ്റ് അടിച്ച് പാസ് ഞമ്മട്ടെ ഞാൻ പോയാൽ മതി. അല്ല പിന്നെ എന്നോടാ. അപ്പം ഇവിടുന്ന് കിട്ടില്ല. അത് ഓൻ പോയിട്ട് ഞാൻ പോകണം. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? ആ പ്രശ്നം. അപ്പോൾ അടുത്ത ലോഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ ലോഡിങ് കഴിഞ്ഞിട്ട് എവിടെയാണ് വരിക എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇത് കുറച്ച് ലോങ് ലോഡിങ് ആണല്ലോ. ഇത് പോരാ, കുറച്ചുകൂടെ കുറയ്ക്കണം. ഇത് കുഴപ്പമില്ല ഗൈസ്. ഇതിലൂടെ ആണെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചത്. ഇത് കുഴപ്പമില്ലാത്തതൊക്കെ ഒരു മാപ്പാണ്. ഇതിൽ ഗൈസ് ബസ്സിന് സ്പീഡ് കുറവാണ്. അത് ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. സംഭവം എന്താ വെച്ചാൽ, ഇതിൽ കണ്ടോ, നമ്മൾ കൊമ്പനിലൊക്കെ 5ാം തിയറിലിട്ടാൽ 170 ഗൈസ് പോകും. ഇത് 130 ഈ റേഞ്ചിലേ പോകുന്നുള്ളൂ.
ഇതിൻ്റെ എൻജിൻ പവർ ഹൈ ആണ് ഗൈസ്. ഇനിയിപ്പോൾ ഗിയർ ഡൗൺ ചെയ്താൽ മുന്നോട്ട് പോകില്ല, സ്പീഡ് കുറയും. എൻജിൻ പവർ ഹൈ ആണ്. ഇനി അത് ഗിയർ മാറ്റണം. ഞാൻ ഏതായാലും ഈ ഒരു ഗിയറിൽ സ്പീഡുണ്ട്, പക്ഷേ പുള്ളിങ് കുറവാണ് ഗൈസ്. സ്പീഡുണ്ട്, പുള്ളിങ് കുറവാണ്. ഇത് 5th ഗിയറിൽ 175 പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 6th ഗിയറിൽ 180. ഇത് 200 അടിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഗൈസ്. ഞാൻ മാപ്പ് നോക്കിയാൽ എൻ്റെ കൺട്രോൾ തെറ്റും, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും പോവുക. ഇപ്പോൾ സ്പീഡുണ്ട് ഗൈസ്, ഇതിന് പുള്ളിങ് ഭയങ്കര കുറവാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടോ റൈറ്റാണ്. തട്ടിക്കില്ലല്ലോ. ജസ്റ്റ് ഞാൻ അവിടെ ഉള്ള ഒറ്റ ഒന്ന് നിർത്തുന്നുണ്ട്. ഞാൻ ഏതായാലും ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഇത് ഞാൻ തട്ടൂല, ഞാൻ അത്ര സ്പീഡിൽ വന്നതാണ് ഗൈസ്. ഇതിന് ബ്രേക്കൊക്കെ അടിപൊളിയാണ്, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾ കുറവാണ്. കുറച്ചുകൂടെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടാവും. സ്റ്റിയറിംഗ് തീരെ ഇല്ല. ഞാനിപ്പോൾ കടയിലേക്കാനും കയറി പോവുക. സ്റ്റിയറിംഗ് ഭയങ്കര കുറവാണ്, അതിനനുസരിച്ച് ബ്രേക്കും കിട്ടത്തില്ല ഗൈസ്. ഞാൻ നേരത്തെ ഈ ബോർഡ് അവിടെ ഇടിക്കാൻ കാരണം തന്നെ ഈ ബ്രേക്കും സ്റ്റിയറിങ്ങും കാരണമാണ്. ബ്രേക്ക് ഉണ്ട്, പക്ഷേ സ്റ്റിയറിംഗ് കുറവാണ്. ബ്രേക്ക് പിടിച്ചപ്പോൾ ശരിക്കും കിട്ടിയതാണത്. സ്റ്റിയറിങ്ങും കൂടെ ഒന്ന് നമ്മളെ കൺട്രോളിന് കിട്ടിയില്ലെങ്കിൽ സെറ്റായനെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് റൈറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. പിന്നെ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 likes ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊമ്പൻ്റെ ഔട്ട്ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ടാണ് ബസ് ഓടുന്നത്. ഇതിൻ്റെ ലൈഫ് ഇപ്പോൾ ഏകദേശം 95/4 അങ്ങനെ എന്തോ ആണ്, അങ്ങനെ സംതിങ് ഉണ്ട്. അപ്പോൾ പിന്നെ ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വൈറ്റ് ആക്കി കളയാം, റെഡ് ഉള്ളത് മറക്കരുത് ഗൈസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളെ കൊമ്പൻ കുഴപ്പമില്ലാണ്ടൊക്കെയാണ് ഗൈസ് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ സ്റ്റിയറിങ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അത്രയും സ്പീഡ് പോകുമ്പോൾ ഞാൻ അതിപ്പോൾ എന്തിനേലും മാറ്റിയത്. ഭയങ്കരമായിട്ട് സ്പീഡ് പോകുമ്പം കിട്ടൂല ഗൈസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. എന്താണെന്നറിയില്ല, അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇവർക്ക് സ്റ്റിയറിങ്ങും കൂടെ ഒന്ന് റെഡിയാക്കാൻ. അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരാണ്. വേറെ ഒരു ബസ് ഉണ്ടായാലും കൊമ്പൻ്റെ യോദ്ധാവിന് എടുക്കാൻ പറ്റിയ, പക്ഷേ ഞാൻ എടുത്തില്ല. നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബസ് കൊണ്ടുവരുന്നതാണ്, യോദ്ധാവിൻ്റെ വേറൊരു ബസ്. എനിക്ക് തോന്നുന്നത് അതിന് മറ്റേ നെയിം ബോർഡ് മേലെ ലൈറ്റ് കത്താൻ ചാൻസ് വളരെ കുറവാണ്. അതിന് സ്പീഡൊക്കെ അത്യാവശ്യം അടിപൊളി സ്പീഡൊക്കെയാണ്. ബ്രേക്ക് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, നല്ലൊരു അടിപൊളി ബസ്സാണ്. അത് ഞാൻ ഇതിൻ്റെ പിന്നെ ഓടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കൺട്രോളൊക്കെ കിട്ടുന്ന ബസ്സാണ്. നമ്മളെ കൊമ്പൻ്റെ ദാവൂദിൻ്റെ അത്ര വരത്തില്ലെങ്കിലും നല്ല അടിപൊളി ബസ്സാണ് ഗൈസ്. നമ്മളെ ഇതിൻ്റെ മുന്നേ ഓടിച്ച ഇതിഹാസമൊക്കെ അല്ലേ, അതിൻ്റെ ഒരു റേറ്റിങ്ങിലാണ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു 10-ൽ ഒരു 8 റേറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദാവൂദിന് നമ്മൾ 9 കൊടുക്കുന്നത്. അതിലും സെറ്റ് ബസ് ഉണ്ട്. അതേതാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനൊരു ബസ് ഇടുന്നതാണ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ബസ്സാണ്, അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലോഡിങ് അവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്കവാറും ഹൈവേയിലേക്ക് ആവാനാണ് ചാൻസ്. എനിക്കിഷ്ടമല്ലാത്തൊരു സ്ഥലമാണ് ഹൈവേ, പക്ഷേ ഹൈവേ ഇതിലില്ലല്ലോ. ഹൈവേ ഇല്ല ഗൈസ്. നമ്മൾ അടുത്തൊരു വില്ലേജ് ഇതാരത് കൊള്ളാലോ. ഇനി ഓവർടേക്ക് ചെയ്ത് പോകുന്നു ഗൈസ്, വിടമാട്ടെ. എന്നെ ഓവർടേക്ക് ചെയ്യാൻ നീ അയക്കില്ലടാ ഓട്ടോറോച്ചേ. എന്നോടാ കളി. അവനെ വെട്ടിച്ചുണ്ട്. ഇപ്പം ഈ മാപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാപ്പാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിലൂടെയൊക്കെ കുറേ ദിവസമായി ഗൈസ് വന്നിട്ട്. ഞാൻ ഒരാഴ്ചയൊക്കെ ആയി ഈ ബസ് ഗെയിം ഓടിച്ചിട്ട്. കൊണ്ടൊക്കെ സ്റ്റിയറിങ് വളരെ കുറവാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് തട്ടത്തില്ല. പോട്ടെ എക്സിലേറ്റർ അവിടെ, ഗിയർ മറ്റ്. പിന്നെ ഒരു ഗ്ലിച്ച് ഉണ്ട് ഗൈസ്, ഗെയിമിനാണോന്ന് അറിയില്ല. ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും. ആക്സിലേറ്റർ കൊടുത്തിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ പ്രോബ്ലം ആയിരിക്കാനാണ് ചാൻസ്. ഇതിൻ്റെ മുന്നേ ഒന്നും പ്രോബ്ലം ഇല്ല, ഈ അടുത്തടുത്ത് വന്നതാണ്. എൻ്റെ ഫോണിൻ്റെ തന്നെ ആവാനാണ് ഗൈസ് ചാൻസ് ഉള്ളത്.
ഓൾ റൈറ്റ്, നമ്മളിപ്പോൾ എവിടെ എത്തി? ഏതൊക്കെയോ ഒരു പാലമൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് ഗൈസ്. എനിക്ക് ആ പാലത്തിൻ്റെ മുകളിൽ വെച്ച ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരണമെങ്കിൽ ഇനിയിപ്പോൾ ബാക്കോട്ട് പോകണ്ടേ, ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. അതിപ്പോൾ ബാക്കോട്ട് ഇവിടുന്ന് റിവേഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഇവിടുന്ന് വളച്ച് ഒടിച്ച്. അതുകൊണ്ട് നിങ്ങളൊന്ന് വീഡിയോ ബാക്കോട്ട് ആക്കി വയ്ക്കാൻ നല്ല സുന്ദരമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം എവിടെ എത്താനായി എന്ന് തോന്നുന്നു ഗൈസ്. അടുത്ത ലോഡിങ് ആവാനായോ? ഇവിടെ ഗൈസ്, ഇവിടെ ഒരു വലിയൊരു വളവ് വളയാനുണ്ട്, അതെനിക്കൊരു ഓർമ്മയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിഹാസമാണ് ഗൈസ് ഇതിലൂടെ കൊണ്ടുപോയത്. നല്ല അടിപൊളി സുന്ദരനാക്കിയാണ് നമ്മൾ അവനെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഫുള്ള് ചെളിയും മഴയൊക്കെ ആയിരുന്നു. മഴ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഇതിൽ ചളി തെറിക്കാൻ മെയിൻ കാരണം മഴ. അയ്യോ, ഇത് എംവിഡിയ ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുന്നപ്പോൾ നമ്മളെ പോലീസ് വണ്ടിയാണ് ഇന്തോനേഷ്യയിലെ. അപ്പോൾ ഞാൻ സൈഡ് എടുത്ത് പോലീസ് വണ്ടീനെ ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് സ്റ്റിയറിങ് വളരെ കുറവാണ്. അത് ശരിക്കും നമ്മളെ ദാവൂദോ അല്ലെങ്കിൽ ഇതിഹാസമോ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളഞ്ഞു പോകുന്നതാണ്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ 10 ഒരു 1 റേറ്റിംഗ് അല്ലെങ്കിൽ 2 റേറ്റിംഗ് ആണ് ഗൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു 5, 6 റേറ്റേ കൊടുക്കാൻ പറ്റൂ. പിന്നെ പുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ 0 ആണ് ഗൈസ് കൊടുക്കുന്നത്. പുള്ളിങ് ഭയങ്കര കുറവാണ്. അപ്പം ഗൈസ്, ഈ ഒരു മാപ്പ് കഴിയാനായി. നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതിഹാസ് ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു റൂട്ടിൽ കൂടിയാണ് ഗൈസ് ഓടിച്ചത്. നിങ്ങൾ ആ ബസ് നല്ല അടിപൊളിയായിട്ടാണ് ഗൈസ് കൊണ്ടുപോയത് ഞാൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അയ്യോ, ഞാൻ കനാലിൻ്റെ മുകളിൽ കൂടെ ഗൈസ്, എൻ്റെ ടയർ കനാലിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറിപ്പോയിട്ടുണ്ട്. അതൊന്നും പറ്റിയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഏകദേശം ലോഡിങ് ആയി ഗൈസ്. ലോഡിങ് ആയല്ലോ. ഈ ഒരു വളവ് 2 വളവോടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ ലോഡിങ് ആവുന്നതാണ് ഗൈസ്. ഞാൻ പിന്നെ ഈ ഇതിഹാസിൻ്റെത് 2 പാർട്ടായിട്ടാണ് കൊടുത്തത്. അതിൽ പാർട്ട് 1, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അത് ഞാൻ നല്ല സ്മൂത്തായിട്ടാണ് ഗൈസ് ഓടിച്ചത്. ഈ വണ്ടി എനിക്ക് ഞാൻ 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം അങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ ഞാൻ ഓടിച്ചത്. അതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിഹാസ് ഞാൻ കുറേ ഓടിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഓടിക്കാൻ അറിയാം. അതേപോലെ തന്നെ നമ്മളെ കൊമ്പൻ്റെ ദാവൂദ് ഞാനിപ്പോൾ ഈ ഒരു ബ്രേക്ക് ടൈം എന്ന് ഉദ്ദേശിച്ച് ഞാൻ കുറേ ദിവസമായല്ലോ ഗൈസ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊമ്പൻ്റെ ദാവൂദ് കുറേ ഓടിച്ചതാണ്. അപ്പോൾ ദാവൂദ് കുറേ പ്രാവശ്യം ഓടിച്ചതുകൊണ്ട് ഇനി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് യോദ്ധാവിനെ ഇറക്കിയതാണ്. അപ്പോൾ യോദ്ധാവ് പണി തന്നു. ദാവൂദ് തന്നെയായിരുന്നു ഗൈസ് ബെസ്റ്റ്. റൈറ്റ് ഗൈസ്, ഇതുണ്ടോ, ബ്രേക്ക് പിടിച്ചാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് റെഡി ആക്കി കിട്ടുന്നുള്ളൂ. പിന്നെ അതുവരെ ലൈറ്റ് ഓൺ ആക്കിയില്ലേനു. ലൈറ്റ് ഓണൊന്നോടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഇത്രയും നേരം ഡിമ്മിലിട്ടാണ് ഓടിച്ചത്. ഇപ്പോൾ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. ബ്രൈറ്റിൽ കുറച്ചുകൂടി വെളിച്ചം കാണുന്നുണ്ട്. പിന്നെ എന്താണ്, ഞാൻ ദാവൂദിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ കാളിയനെ ഇറക്കുന്നതാണ് ഗൈസ്. ഒരു 2 or 3 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1 വീക്ക് വരെ ഗൈസ് പോകത്തുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ കൊമ്പൻ്റെ കാളിയൻ ഓടിക്കുന്നതാണ്. നമ്മളിപ്പോൾ 3 ബസ് ഓടിച്ച്, കൊമ്പൻ്റെ ദാവൂദ് ഓടിച്ച്, പിന്നെ ആദ്യം അധോലോകാണെന്ന് തോന്നുന്നു, ഏതോന്ന് ഓടിച്ചിട്ടുണ്ട്. കാളിയനാണ് നമുക്കിനി ഓടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഏതാണ് ഓടിച്ചത് ആദ്യം? ദാവൂദാണെന്ന് തോന്നുന്നു. ദാവൂദും അധോലോകവും ഇപ്പോൾ യോദ്ധാവുമാണ് ഗൈസ് ഓടിച്ചത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കാളിയനെ ഇറക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബോംബെ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കാളിയനാണോ ബോംബെ ആണോ വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ്, മാക്സിമം ലൈക്ക് കിട്ടുന്ന വണ്ടി ഞാൻ ഓടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മിക്കവാറും എടുത്തത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കാളിയനാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് കാളിയൻ തന്നെ ഓടിച്ചാലോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാം. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഇതിലൂടെ എങ്ങനെ ഇല്ലേനോ ഗൈസ്, ഇവിടെയാണ്.
അപ്പോൾ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഗൈസ് എടുക്കുന്നത്. ഇവിടം വരെ ഒരു വീഡിയോ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ട്. അപ്പോൾ അതും നമ്മൾ യോദ്ധാവ് എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ കാളിയനെ ഇറക്കുന്നത്. കാളിയൻ വേണോ ബോംബെ വേണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞ് ഗൈസ് കണ്ടിന്യൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് കമൻറ്റും ചെയ്യുക. നമ്മളെ കൊമ്പൻ്റായി ലുക്കൊന്ന് ഗൈസ് ഫുള്ള് ചെളിയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.